മതീഷ പതിരാന പക്ഷേ 18 കോടിയിലേക്ക് പോയത് അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൽ നമ്മൾ ഈ ആന്ധ്ര റസൽ കൊൽക്കത്തയിൽ നിന്ന് പോയി. കാരണം ഒരുപാട് കാലമായിട്ട് കൊൽക്കത്തയുടെ ഒരു പില്ലറായിരുന്നു ആന്ധ്ര റസൽ. അപ്പോൾ അതിനെ പറ്റി ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് തന്നെയാണ് അവർ ഈ കമറൂൺ ഗ്രീനെ കാണുന്നത്. പേസ് ബോൾ ഓൾറൗണ്ടറാണ്. റസലിനേക്കാൾ ബെറ്റർ ബോളറാണ്. ബാറ്റർ എന്ന രീതിയിൽ T20 റസലിൻ്റെ ഒരു ലെഗസി വേറെ ആണെങ്കിലും ബോളർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വിശ്വസിക്കാവുന്ന ആളാണ് കമറൂൺ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം പ്രഡിക്റ്റബിളാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്യാഷ്വൽ ടീം തന്നെ ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ ബൈസ് നടത്തുക. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റഡ്. അപ്പോൾ നമുക്ക് കൊൽക്കത്തയുടെ ഒരു ലൈനപ്പ്, ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് നോക്കാം. ഓപ്പണിങ്ങിൽ ഒന്നെങ്കിൽ ടിം സെഫേർട്ട് അല്ലെങ്കിൽ ഫിന്നലനായിരിക്കും ഉണ്ടായിരിക്കുക. അതൊരു ഇതാണ്. ഫിന്നലനെ ഇന്നലെ നടന്ന ലേലത്തിൽ പിക്ക് ചെയ്ത. അതെ. പിന്നീട് അജിങ്ക്യ രഹാനെ തന്നെ ആയിരിക്കും നിലവിലെ സാഹചര്യത്തിൽ 3-ാം നമ്പറായിട്ട് എത്താൻ സാധ്യത. പിന്നീട് അംഗ്രിത് രഘുവംശിയുണ്ട്. പിന്നീട് കാമറൂൺ ഗ്രീനുണ്ട്. പിന്നെ രാഹുൽ ത്രിപാഠിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ഓപ്ഷനായിട്ടേ കാണാൻ സാധ്യതയുള്ളൂ. പിന്നീട് തീർച്ചയായിട്ടും ഫിനിഷർ റോളർ റിങ്കു സിംഗ് ഉണ്ട്. പിന്നീട് രമൺദീപ് സിംഗ്, സുനിൽ നരേൻ, അർഷിദ് റാണ, വൈഭവ് അറോറ, പിന്നീട് മതീഷ പതിരാന. ഈ മതീഷ പതിരാന ഒരു ഓവർ പ്രൈസ് ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു പ്രോപ്പർ T20 ബോളറാണ് ഈ മതീഷ പതിരാന. ഒരു യോർക്കർ. ഈ രണ്ട് കളിക്കാർക്ക് വേണ്ടി 43 കോടിയിലധികം ചെലവാക്കിയിട്ടില്ല. രണ്ടും ഭയങ്കര റിസ്ക് ആണ്. ഒന്ന് കാമറൂൺ ഗ്രീൻ ഇപ്പോൾ ആഷസ് സീരീസ് 5 കളി 7 ആഴ്ചയിൽ അത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഒരു നീണ്ട T20 ലോകകപ്പ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്ത് ഷേപ്പിലായിരിക്കും കാമറൂൺ ഗ്രീൻ അവിടെ എത്തുകയെന്ന് ആർക്കും അറിയില്ല. 6-7 കൊല്ലമായിട്ട് പരിക്കുള്ള കളിക്കാരൻ. 7 കൊല്ലത്തിൽ 63 T20 മാച്ചേ കളിച്ചിട്ടുള്ളൂ കഴിഞ്ഞ 7 കൊല്ലത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു ഇഞ്ചുറി റെക്കോർഡുള്ള കളിക്കാരന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 25 കോടി ചിലവാക്കിയിട്ടുള്ളത്. പത്തിരാനാണെങ്കിൽ ആദ്യത്തെ 2 സീസൺ ഉഗ്രനായി എറിഞ്ഞു. അത് കഴിഞ്ഞ് ആക്ഷൻ റീമോഡൽ ചെയ്ത് ഈ സൈഡ് ഓൺ എന്നുള്ളത് ഹൈ ആം ആക്കിയപ്പോൾ ഇപ്പം സിംബാബ്വെ വരെ 40 റണ്ണൊക്കെ അടിക്കുക 4 ഓവറിൽ.